എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകളെ ചങ്കത്തികളെ, എന്താണ് സാറേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു സാധനം തന്നാലോ? സിലബസ് ട്രാക്കർ. +1 ആവട്ടെ +2 ആവട്ടെ എല്ലാ ക്ലാസ്സിലും പല കുട്ടികളും ഫുൾ മാർക്ക് വാങ്ങിയപ്പോൾ അവരോടൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം, ഞങ്ങൾക്ക് പഠിക്കാനായിട്ടൊരു സിലബസ് ട്രാക്കർ ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരുപാട് സമയം എടുക്കൂലേ? അപ്പോൾ അവർ സമയമൊക്കെ എടുക്കും, പിന്നെ നമ്മുടെ ആവശ്യമായി പോയില്ലേന്ന്. ഇത് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് അങ്ങോട്ട് എജുപോർട്ട് ഉണ്ടാക്കി കൊടുത്താലോ? യെസ്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എൻ്റെ +2 പഠിക്കുന്ന മക്കൾക്ക് +1 സംഭവിച്ചത് പോട്ടെ, 10ാം ക്ലാസ്സിൽ സംഭവിച്ചത് പോട്ടെ, ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് +2 ഏറ്റവും നല്ല മാർക്ക് വാങ്ങാനല്ലേ, അതിന് നമ്മളടുത്ത് ഹെൽപ്പ് ചെയ്യാനുള്ള സിലബസ് ട്രാക്കർ. സാർ ഇതിന് ഫീസ് വേണ്ടി വരുമോ? സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്കാണോ ഇത്? അല്ലടാ, കേരളത്തിലെ എല്ലാ +2 പഠിക്കുന്ന മക്കൾക്ക്, നമ്മുടെ ഹ്യൂമാനിറ്റീസിൻ്റെ മക്കൾക്ക് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചു. ഹ്യൂമാനിറ്റീസ് എന്നല്ല, കൊമേഴ്സും സയൻസും, നമ്മുടെ ഹ്യൂമാനിറ്റീസിൻ്റെ മക്കളല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ കാര്യം പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് തരാൻ നമ്മൾ റെഡി ആയിരിക്കണം. ഹ്യൂമാനിറ്റീസിന് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടൂല, ഹ്യൂമാനിറ്റീസിന് ഗൈഡ് ഇല്ല, ഹ്യൂമാനിറ്റീസിന് എവിടെ ട്യൂഷൻ ഇല്ല, അങ്ങനെയൊക്കെ പറയില്ലേ. എടാ നമ്മളുണ്ടടാ നിങ്ങളെ കൂടെ, നമ്മളല്ലാതെ പിന്നെ ആരെന്ന് പറഞ്ഞ പോലെ എജുപോർട്ട് നിങ്ങൾക്കായി ഒരുക്കുന്നു സിലബസ് ട്രാക്കർ. ഇതിനു വേണ്ടി ചെയ്യേണ്ടത് എന്താണ്, അല്ലെങ്കിൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ. എടാ നമ്മളിപ്പോൾ 1ാമത്തെ ചാപ്റ്റർ, 2ാമത്തെ ചാപ്റ്റർ, ഇനി വേണമെങ്കിൽ ഒരു 3ാമത്തെ ചാപ്റ്ററും കൊടുക്കാം. ഓക്കെ, 3ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ വിഷയവും, എക്കണോമിക്സ് ആവട്ടെ, ഹിസ്റ്ററി ആവട്ടെ, പൊളിറ്റിക്സ് ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, മലയാളം ആവട്ടെ, അറബി, ഹിന്ദി, ഏതും ആവട്ടെ. ഓക്കെ, അറബി ഇല്ല, ഹിന്ദി ആവട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ട എല്ലാ വിഷയങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കൾ ചെയ്യേണ്ട കാര്യം എന്താണ്? മക്കൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നോക്കി വെക്കണേ. ഇതാ 1ാമത്തെ ചാപ്റ്റർ നിങ്ങൾ ഒരു 3 പ്രാവശ്യം റിവിഷൻ ചെയ്തു. കാരണം ഓണം എക്സാമിന് ഇതിനൊക്കെ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞ് 3 വട്ടമെങ്കിലായി റിവിഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 3 വട്ടം നിങ്ങൾ ടിക്ക് ചെയ്തു. 2ാമത്തെ ചാപ്റ്റർ 2 പ്രാവശ്യം ഇതാക്കിയിട്ടുള്ളൂ. പക്ഷേ 3ാമത്തെ ചാപ്റ്റർ നിങ്ങൾ മാർക്കേ ചെയ്തിട്ടില്ല, കാരണം പഠിച്ചിട്ടില്ല. അപ്പോൾ മക്കളെ നിങ്ങൾ ചുമരിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും ഈ സിലബസ് ട്രാക്കർ. ഈ സിലബസ് ട്രാക്കർ ചുമരിൽ ഒട്ടിച്ചു വെക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കാം, എത്ര ചാപ്റ്റർ ഞാൻ പഠിച്ചു. 1ാമത്തെ 3 വട്ടം റിവിഷൻ ചെയ്തു, എനിക്കറിയാം. 2ാമത്തെ ചാപ്റ്റർ കുഴപ്പമില്ല, 2 വട്ടം. 3ാമത്തെ ചാപ്റ്റർ ഞാൻ നോക്കിയിട്ടേ ഇല്ല, വേഗം എടുക്കട്ടെ 3ാമത്തെ ചാപ്റ്റർ. ഇത് എക്കണോമിക്സ് ആവട്ടെ, ഹിസ്റ്ററി ആവട്ടെ, പൊളിറ്റിക്സ് ആവട്ടെ, സോഷ്യോളജി ആവട്ടെ, ജിയോഗ്രഫി ആവട്ടെ, ഓക്കെ, ഇംഗ്ലീഷ് ആവട്ടെ, എല്ലാതും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കിട്ടാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ആയിക്കോളൂ, അടിപൊളിയാക്കിക്കോളൂ. പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്, പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നമ്മളെ കൂടെ കൂടിക്കോളൂ. സെറ്റാക്കാം എജുപോർട്ടിൻ്റെ കൂടെ. താങ്ക്